മച്ചാൻ പറഞ്ഞു പോയിട്ട് ഒരു ജീപ്പ് മേടിക്കും, ഈ സാധനം വേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. സംഭവം എനിക്കറിയാം, മഹേന്ദ്ര ജീപ്പ് തന്നെയാണ് ഓഫ് റോഡൊക്കെ പോകാൻ നല്ലത്. KBX പ്രിന്റിംഗ് ഒക്കെ ഉണ്ട് കണ്ടിട്ട്, പക്ഷെ കുന്നംകുളം ചാത്തനായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ ബ്രേക്ക് സിലിണ്ടറാണ് ഈ കാണുന്നത്. ബ്രേക്കിൻ്റെ മാസ് സിലിണ്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ കയറ്റി പിടിപ്പിക്കാൻ പോകട്ടെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും ഉണ്ട് മനു ഉണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ രാധിക മോട്ടോഴ്സിലേക്ക് പോവുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്പെയർ മേടിക്കാനായിട്ട്. നമ്മുടെ ബ്രേക്കിൻ്റെ അത്യാവശ്യം സ്പെയറുകളെല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഇതിനകത്ത് വരുന്നതായിരിക്കും. പിന്നെ അതേപോലെ നമ്മൾ ബ്രേക്ക് ഫുള്ള് സെറ്റാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പൈപ്പിന് ലീക്ക് വന്നു, തുരുമ്പ് പിടിച്ചിട്ട്. ആ പൈപ്പൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ രാധിക മോട്ടോഴ്സിലേക്ക് പോയിട്ട് നമ്മുടെ ക്ലച്ചിൻ്റെ സ്പെയറും പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് മേടിക്കാൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫുൾ നാട്ടിൻപുറത്തെ ഇടവഴികളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ കൂടെ പോയാൽ പോലീസ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു സത്യവാങ്മൂലമൊക്കെ എഴുതിയിട്ട് നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടിയുടെ സ്പെയർ മേടിക്കാൻ പോകുന്നതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച വർക്ക്ഷോപ്പ് എല്ലാം ഓപ്പൺ ആണ്. അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയേക്കണത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അച്ഛന്മാരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ വണ്ടിയുടെ പണി എന്തായി. നമ്മുടെ വണ്ടിയുടെ പണി എത്രയും പെട്ടെന്ന് റണ്ണിങ്ങിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെയുള്ള റിസ്ക് ഒക്കെ എടുക്കുന്നത്. വീട്ടിൽ നിന്ന് പോകണ്ടെന്ന് കേട്ടോ ആക്ച്വലി പറഞ്ഞത്. അപ്പോൾ ഞാൻ വരുന്ന വഴിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടില്ലേ, ഫുൾ നാട്ടിൻപുറത്ത് കൂടെ ഉള്ളൊരു വഴി കൂടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവിടെ ഒരു മലയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു TVS വിക്ടർ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കോനെ ഇനി പുറത്തിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചിടും, ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടേ തരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പോലീസ് പിടിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളിതേ ഒരു ബൈക്ക് ഇതാവുമ്പോൾ നമുക്ക് ഇതിലേ വേണേൽ കൊണ്ടുപോവുകയും ചെയ്യാം, പോയിട്ട് വരികയും ചെയ്യാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ബൈക്ക് എടുത്തിറങ്ങിയത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലോക്ക്ഡൗൺ കാരണം നമുക്ക് നല്ല പണി കിട്ടിയിരിക്കുകയാണ്. കോയമ്പത്തൂർ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ പാർട്സും വാങ്ങി വണ്ടി പണ്ടേ തന്നെ ഓടിക്കാൻ തുടങ്ങായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ സ്പെയർ പാർട്സ് കടകളെല്ലാം അടച്ചിട്ടേക്കാണ്. കാരണം ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് ഇവിടെ. രാധിക മോട്ടോഴ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. നമ്മൾ രാധിക മോട്ടോഴ്സിൻ്റെ ഫ്രണ്ടിലുള്ളത് നമുക്ക് പാർട്സും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടിയിട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. അതെ, ഈ കാണുന്ന പൈപ്പ് നമ്മുടെ ക്ലച്ചിൻ്റെ പൈപ്പാണ്. ആ സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ കാണുന്ന നമ്മുടെ ബ്രേക്കിൻ്റെ ഇത് കുറച്ച് നീളം കുറവാണ്, നമുക്ക് മോഡിഫൈ ചെയ്ത് സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ നമ്മുടെ ഒരു ക്ലച്ചിൻ്റെ സിലിണ്ടറും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജെനുവിൻ പാർട്സാണ്, രാധിക മോട്ടോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഇതൊക്കെ. അപ്പോൾ ഒരു ക്ലച്ചിൻ്റെ സിലിണ്ടർ, അതായത് നമ്മുടെ ക്ലച്ചിൻ്റെ മേളിൽ തന്നെ സിലിണ്ടർ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിനെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും അന്വേഷിച്ചു. ഇതിൻ്റെ വലുപ്പത്തിലുള്ളൊരു സിലിണ്ടർ നമുക്ക് ഇവിടെ എവിടെയും കിട്ടാനില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു പണി തന്നുണ്ട്. നമ്മൾ എന്തായാലും ഇന്ന് പാലക്കാട് മൊത്തമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കോയമ്പത്തൂർ പോകേണ്ടി വരും. അപ്പോൾ ഇനി എന്താണെങ്കിലും നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഫിക്സ് ചെയ്യുന്ന വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് നേരെ ഡ്രസ്സും മാറി വണ്ടിയുടെ അടിയിലോട്ടാണ് കയറിയിരിക്കുന്നത്. ഈ കാണുന്ന ഈ പൈപ്പ് കണ്ടില്ലേ, ഇത് നമ്മളിപ്പോൾ വളച്ച് സെറ്റ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യും കൊണ്ട് ഇങ്ങനെ വളച്ചതാണ്. കാരണം ഇതിൻ്റെ ഒറിജിനൽ പൈപ്പുകളൊന്നും കിട്ടാനില്ല കേട്ടോ. ഒറിജിനൽ മീൻസ് ഇതിൻ്റെ സെയിം സാധനങ്ങളൊന്നും കിട്ടാനില്ല. ഇതിപ്പോൾ നമ്മൾ ഒറിജിനൽ ഫോഴ്സിൽ നിന്ന് തന്നെ മേടിച്ച് ബ്രേക്കിൻ്റെ പൈപ്പും സാധനങ്ങളൊക്കെ ആയതുകൊണ്ട്. പക്ഷെ എന്നാലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അതേപോലെയൊക്കെ ആക്കി ബെൻഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൈപ്പ് ക്രൂയിസറിൻ്റെയാണ്, ട്രാക്സിൻ്റെ അല്ല, ക്രൂയിസറിൻ്റെ ആണ്. അതേപോലെ നമ്മുടെ ക്ലച്ചിൻ്റെ ആണെങ്കിലും ക്രൂയിസറിൻ്റെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത പണികളെല്ലാം നിങ്ങൾ നേരെ പോയിട്ടൊന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വീൽ സിലിണ്ടറുകളെല്ലാം കിട്ടിയിട്ട് ബ്രേക്കിൻ്റെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമുക്ക് കിട്ടി. ഒന്ന് നമ്മൾ ബ്രേക്ക് കംപ്ലീറ്റ് ഓക്കെ ആക്കും. ഇനിയിപ്പോൾ നമുക്ക് കിട്ടാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ 2 സിലിണ്ടറാണ്. ആ 2 സിലിണ്ടർ കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവാണ് അടുത്ത്. അപ്പോൾ അടുത്ത വീഡിയോ എന്താണെങ്കിലും ക്ലച്ചിൻ്റെ സിലിണ്ടർ കിട്ടിയിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം നമ്മൾ അതും സെറ്റ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ റീസ്റ്റോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളും പിന്നെ അതേപോലെ അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും നമ്മുടെ അടുത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തട്ടിക്കൂട്ടായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലത്തെ 2 വീൽ സിലിണ്ടർ കിട്ടിയിട്ടുണ്ട്. ഇത് വന്നിട്ട് 2017 പാക്ക് ചെയ്ത ഒരു പീസാണ്.
ഈ സാധനം വന്നിട്ട് 2020. ഇത് പുതിയതും ഇത് പഴയതും. ഓക്കെ, ഓൾഡ് സ്റ്റോക്ക് കിട്ടിയേക്കണേ. പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ കിട്ടി. ഈ സാധനം KBX പ്രിൻറ്റിങ് ഒക്കെ ഉണ്ട് കണ്ടിട്ട്, പക്ഷേ കുന്നംകുളം ചാത്തനായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഒറിജിനൽ KBXൻ്റെ ഒരു ഇതൊന്നും തോന്നുന്നില്ല കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ സാധനം നമുക്കായിട്ടുണ്ട്. വണ്ടിയുടെ ബ്രേക്ക് റെഡി. മച്ചാൻ പറഞ്ഞു പോയിട്ട് ഒരു ജീപ്പ് മേടിക്കുക, ഈ സാധനം വേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. സംഭവം എനിക്കറിയാം, മഹേന്ദ്ര ജീപ്പ് തന്നെയാണ് ഓഫ് റോഡൊക്കെ പോകാൻ നല്ലത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീഷൻസൊക്കെ പങ്കെടുക്കാൻ മഹേന്ദ്ര ജീപ്പ് തന്നെ ആയിരിക്കും നല്ലത്. വേറെ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹേന്ദ്ര ജീപ്പ് നമുക്ക് എപ്പോൾ പോയാലും മേടിക്കാൻ കിട്ടും. അറ്റ് എനി ടൈം കയ്യിൽ കാശുണ്ട് മഹേന്ദ്ര ജീപ്പ് കിട്ടും. പക്ഷേ 4 വീൽ ട്രാക്സ് അങ്ങനെയൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. പിന്നെ റേറ്റ് വളരെ 35 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ റേറ്റ് ഒന്നും അല്ല 4 വീൽ വണ്ടിയുടെ. ഇപ്പോൾ ഈ വണ്ടി പാർട്സ് ആയിട്ട് കൊടുത്താൽ തന്നെ അത്രയും പൈസ കിട്ടും. ഇതൊരു നനവൊക്കെ ബ്രേക്ക് ഓയിൽ. ഈ വീൽ സിലിണ്ടർ ഇടാനായിട്ട് ലൈനർ മൊത്തത്തിൽ അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ലൈനർ ഒന്ന് കൂട്ടി വെച്ചെടുത്താൽ മതി. അത് നോക്കിയില്ല കേട്ടോ, ഈ സാധനത്തിൽ ചെറിയ പൊട്ടലുണ്ടായിരുന്നു. എവിടെ ഡാമേജാ? മാറ്റാലോ. കുഴപ്പമില്ല, ചെറിയൊരു സ്ക്രാച്ചോ നോക്കട്ടെ. എടാ വണ്ടിയുടെ അടിയിലേക്ക് കയറിയിരിക്കുന്നു കേട്ടോ. എന്താ പറയുക, ആകെ ഒറ്റ ജാക്കിയുള്ളൂ, അത് എപ്പോൾ വേണേൽ തന്നെ. കുറച്ച് മാറി. അപ്പോൾ നമ്മളത് ബ്രേക്ക് സിലിണ്ടറാണ് ഈ കാണുന്നത്. ബ്രേക്ക് സിലിണ്ടർ ബ്രേക്കിൻ്റെ മാസ് സിലിണ്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ കയറ്റി പിടിപ്പിക്കാൻ പോകട്ടെ. Okay. Okay. അപ്പോൾ ഗൈസ് നമ്മൾ ബ്രേക്കിൻ്റെ എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് ബ്രേക്ക് ചവിട്ടുമ്പോൾ വീല് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ബ്രേക്കിൻ്റെ 4 വീലത്തെ എയറും കാര്യങ്ങളെല്ലാം എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ജാക്കി വെച്ചിട്ട് നമുക്ക് വീലൊന്ന് കറക്കി നോക്കാം. ഈ സുമോ നമ്മുടെ ഗോഡൗൺ ആണ് കേട്ടോ, ടൂൾസ് വെക്കണേ. കോഴികളെല്ലാവരെയും അപ്പൻ അഴിച്ചു വിട്ടേക്കാണ്. ചവിട്ട് അടിമുട്ടുക. അപ്പോൾ എവിടെയോ വേറെ എവിടെയോ ലീക്ക് ഉണ്ട് കേട്ടോ. വിട്, ചവിട്ട്.
ഫോഴ്സിൻ്റെ ഒറിജിനൽ സിലിണ്ടർ ക്ലച്ചിൻ്റെ. ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത് വണ്ടിയുടെ സ്ലേവ് സിലിണ്ടറാണ്, ഗിയർ ബോക്സിൽ തന്നെ. ഇതെല്ലാം സ്ലിപ്പാണ്, അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് തന്നെ അതൊക്കെ ഒന്ന് നൈസായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് കയറ്റി പിടിപ്പിക്കാം. അപ്പോൾ ഇതേ കാഴ്ച ഇത് കണ്ടില്ലേ, ഇതാണ് സിലിണ്ടറിൻ്റെ ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ബോൾട്ടൊക്കെ ഇരുന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്, സാധനം അവിടെ ജസ്റ്റ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഈ കിടന്ന സ്ലേവ് സിലിണ്ടർ സെറ്റ് ചെയ്തതിനാകെ 2 ബോൾട്ടുകളാണുള്ളത്. അവിടെ നിന്ന് ഈ ട്യൂബ് നേരെ ഇങ്ങനെ മുകളിലേക്ക് പോകും. അങ്ങനെ കാണാൻ നമ്മുടെ സൈലൻസർ കേട്ടോ. സൈലൻസർ ആകെ ഇത്രേ ഉള്ളൂ, ബാക്കി മുറിഞ്ഞു പോയിക്കാണ്. അപ്പോൾ കാശ് ഇതാണ് നമ്മുടെ വീഡിയോ. നമ്മളിപ്പോൾ ഏകദേശം സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അധികം കാര്യമായിട്ട്, അതായത് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ 3 വീഡിയോയിൽ അടുപ്പിച്ച് കണ്ടുവന്നിരുന്ന പോലത്തെ സെയിം കണ്ടൻറ്റുമായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് 2 വീഡിയോ ആയിട്ട് നമ്മളിത് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക് റെഡി ആക്കിയിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ സ്ലേവ് സിലിണ്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ക്ലച്ചിൻ്റെ മാസ്റ്റർ സിലിണ്ടർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഇവിടുന്ന് റണ്ണിങ് ആക്കും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും മിക്കവാറും അടുത്ത വീഡിയോ നമ്മൾ ഓടിക്കുന്നത് തന്നെയായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.